السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിനുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. അൽമനാർ അൽബറാഹ സെന്ററിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ്. നമ്മൾ പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കാണ്. നമ്മുടെ ട്രാൻസിറ്റിലുള്ളത് ട്രാൻസിറ്റ്. അതുകൊണ്ടാണ് മരണവാർത്ത കേട്ടാലോ അല്ലെങ്കിൽ അപായമോ വന്നാലോ നമ്മൾ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫ്രം യു അല്ലാഹ് വി കെയിം, ടു യു വി റിട്ടേൺ. അള്ളാഹുവെ, നിന്നിൽ നിന്നുള്ളതാണ് ഞങ്ങൾ, നിന്നിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. എപ്പോഴാണ് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടതെന്ന് ആർക്കും അറിയില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരുപാട് കാലം ഇനിയുമുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തുനിന്ന് പരലോകത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്ര എന്നറിയില്ല. 2 മിനിറ്റ് 36 സെക്കൻഡ് ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ 49 സെക്കൻഡ് ശ്വാസം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡെഡ് ആവും. 1 മിനിറ്റ് 36 സെക്കൻഡ് ശ്വാസം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ കാർഡിയാക് അറസ്റ്റ് ആവും. 2 മിനിറ്റ് 36 സെക്കൻഡ് ശ്വാസം കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ശ്വാസകോശം നിലച്ചു പോകും. ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളതെങ്കിൽ ഡോക്ടർ മുഖത്തൂടെ തുണിയിട്ടിട്ട് പറയും, ഹി ഈസ് നോ മോർ, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഏറ്റവും ചുരുങ്ങിയ സമയം 2 മിനിറ്റ് 36 സെക്കൻഡ് ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളായ ആളുകൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഇനി ഞങ്ങൾ പ്രവാചകനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ 4 കഥകൾ നിന്നോട് നിങ്ങൾ ചോദിക്കും. ആ കഥ നീ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കാം. പ്രവാചകനാണ്. ഒരുപാട് സൂറത്തുകളും ആയത്തുകളൊക്കെ ഇറങ്ങിയ സമയമാണ്. നാളെ പറയാൻ പറഞ്ഞു. കുറേ കാലത്തേക്ക് ആയത്തൊന്നും ഇറങ്ങിയില്ല. പിന്നീട് ഇറങ്ങുകയാണ്, വലാ തഖൂലന്ന ശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. നീ ഒന്നും പറഞ്ഞു പോകരുത്, നാളെ ഇന്നത് ചെയ്യാമെന്ന്. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ. അതുകൊണ്ട് അത്രയേ സമയമുള്ളൂ. നമ്മളിങ്ങനെ വെറുതെ വിചാരിക്കുക ഒരുപാട് സമയമുള്ളതൊക്കെ. നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് റമദാനിലേക്ക്. റമദാനിൽ നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി എന്താണ്? തഖ്വ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മാസമാണ് നമ്മൾക്ക് റമദാൻ അല്ലാഹു നൽകിയത്. ആ സാധാരണ തഖ്വയെ കുറിച്ച് പറയാനാണ് യാ അയ്യുഹല്ലദീന ആമനൂ. എല്ലാവരും വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്ന്. ആക്ച്വലി തഖ്വക്ക് സൂക്ഷ്മതിക്കുക എന്നല്ല. ഈ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ? സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരിക? ഒരു മലയാളി നിലയ്ക്ക് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരിക? പാമ്പ്, തേള്, കള്ളൻ, പൂമ്പൂ, ഇങ്ങനത്തെ നമ്മൾ ഒരു മനുഷ്യനോട് ഇപ്പം നമ്മൾ സാധാരണ ഓർഡിനറി ആളുകൾ അഡ്രസ് ചെയ്തിട്ട് വെള്ളിയാഴ്ച പള്ളികൾ എന്ന് പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി. അവിടെ ഉള്ളത് ഈ മറ്റേ
പണ്ഡിതന്മാരൊന്നും ആയിരിക്കില്ല, ഫിഖ് പഠിച്ച ആളുകളൊന്നും ആയിരിക്കില്ല. അവിടെ ഇരിക്കുന്ന സാധാരണ ചുമട്ടുതൊഴിലാളികൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കച്ചവടക്കാരൊക്കെ ഉണ്ടായിരിക്കുക പള്ളികളിൽ. ഈ ടൗണിലൊക്കെ ആണെങ്കിൽ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അവർ അഡ്രസ് ചെയ്ത് അവർ ഇത്തക്കുള്ള നിങ്ങൾ സൂക്ഷിക്കണം എന്താ പറഞ്ഞത്. ആക്ച്വലി സൂക്ഷിക്കണം എന്നല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ ഗോഡ് കോൺഷ്യസ്, ഭക്തിയോടുകൂടി അള്ളാഹുവിനെ സമീപിക്കണം. ഭക്തിയോടുകൂടി അള്ളാഹുവിനെ സമീപിക്കണം. ഈ ഭക്തി വരെ അവിടുന്ന്, ഭക്തി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗ്രാമീണരായ അറബികൾ വന്ന് പറഞ്ഞു, ഇക്കാലത്ത് അറാബ് ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, കുൽ ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല. കൂലു അസ്ലംന, നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ആളുകളാന്ന് പറഞ്ഞു. എന്താ കാരണം? വലമ്മാ യുദ്ഖലിൽ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഈ ആമനു എന്ന് വിളിക്കുന്ന ആളുകളെ, ഈമാനുള്ള ആളുകള്, അവർക്ക് ഇമ്പോർട്ടൻ്റ് അവർ ഹൃദയത്തിൽ ആണ് വിശ്വാസം ഉണ്ടാകുക. സാധാരണ ബുദ്ധിമാനായ ആളുകൾ എന്ന് പറയുമ്പോൾ കാണിക്കുക എവിടെയാ? ഭയങ്കര ബുദ്ധി പറയുമ്പോൾ തലയാ കാണിക്കുക. തലച്ചോറും ബുദ്ധിയായിട്ട് എന്ത് ബന്ധമുണ്ടോ? അധ്യാപകന്മാരൊക്കെ സാധിച്ചിട്ടുണ്ട്. തലച്ചോറും ബുദ്ധിയായിട്ട് എന്ത് ബന്ധമുണ്ടോ? മനസ്സിലായോ നമ്മൾ ചോദിക്കുക. ഒരു കാര്യം, നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മക്കളുടെ കൊണ്ട് മനസ്സിലായോ എന്ന് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ മനസ്സെവിടെയാ? മനസ്സെവിടെയാ? തഖ്വ എവിടെയാന്ന് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എവിടെയാന്ന്? എവിടെയാന്ന്? ഇവിടെ ഇതിന്റെ അടുത്തൊരു സാധനമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാൽ എല്ലാം മോശമായി. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ ആ സാധനമാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് രാവിലെ, ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കും. നമ്മൾ പറയാൻ എന്താണ്? ഉറങ്ങാൻ പോകുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ മരിക്കുന്നു, നിങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ ഉറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ആത്മാവിനെ ഞാൻ മേൽപോട്ടേക്ക് എടുക്കുന്നു. മരണവേളയിൽ ആത്മാവിനെ പൂർണ്ണമായിട്ട് എടുക്കുന്നു, ഉറക്കത്ത് കുറച്ച് അല്പസമയത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ അന്ന് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. രാവിലെ നമ്മൾക്ക് ഉറക്കിയിട്ടാണ് ഉടനെ നമ്മളെന്താ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ, മരണത്തിൽ നിന്നും വീണ്ടും ജീവിതത്തിലേക്ക് നയിച്ച അല്ലാഹുവേ നിനക്കാണ് എല്ലാ നന്ദിയും സർവസ്തുതിയും. പണ്ട് ഈ കരുണാവാരിധിയും കരുണാനിധിയുമായി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക മറ്റേ തമിഴ്നാടിന്റെ കണ്ണട വെച്ചുള്ള കരുണാനിധി. അപ്പൊ അള്ളാഹു എന്ന് പറയുമ്പോൾ കരുണാനിധി എന്ന് പറയുമ്പോൾ കരുണാനിധി എന്ന് പറയുമ്പോൾ ഇതാ ഓർമ്മയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ ചിലതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ. അപ്പൊ ദിവസവും നമ്മൾ ജീവിക്കുകയും ദിവസവും മരിക്കുകയും ചെയ്യുന്നു. യുഹീ വ യുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അന്ന് പകൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റിവ്യൂ ചെയ്ത് നോക്കാണ്ട. ഇന്ന് എന്തൊക്കെ ചെയ്തത്, ഇന്ന് ആരോടെങ്കിലും എന്തേ പറഞ്ഞോ, ആരോടെ എന്തേ ചെയ്തു, അങ്ങനെ പറഞ്ഞ് ഞാൻ മുനീറിനോട് എന്തോ പറഞ്ഞു പോയിട്ടുണ്ട്. മുനീറെ ഞാൻ എന്നോട് പറഞ്ഞു പോയി, അങ്ങനെ ചെയ്തു പോയി, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സാധനത്തിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു തോന്നൽ തോന്നുന്നതിന് എന്തുകൊണ്ടാണെന്നറിയും? അല്ലാഹു
എല്ലാം കാണുകയും അള്ളാഹു എല്ലാം കേൾക്കുകയും ചെയ്യും. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അത് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ ആ ആളുകളെയാണ് മുത്തക്കി എന്ന് പറയുന്നത്, തക്കുവയുള്ള ആളുകൾ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സ്സമാവാതി വൽ അർദ് ഉഇദ്ദത്തിൽ മുത്തഖീൻ. നമ്മളുടെ അല്ല വിളിക്കുകയാണ്, ഓഫറാണ്, ഉടനെ ഓടി വരും. അള്ളാഹുവിൻ്റെ സ്വർഗം നിങ്ങൾക്കായി ആകാശഭൂമികളെക്കാളും വിശാലമായ പരന്നു കിടക്കുന്ന സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇതിപ്പോൾ സാധാരണഗതിയിൽ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിൽക്കും, മറ്റൊന്ന് കേൾക്കുമ്പോൾ ആദ്യം കേട്ടതങ്ങ് മറന്നു. അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ, അള്ളാഹുവിനോട് ഭക്തിയോടുകൂടി സമീപിക്കണമെങ്കിൽ ഈ ഖുഷു എന്ന് പറയുന്നത് അതീവ താല്പര്യത്തോട്, അതീവ ഭക്തിയോടുകൂടി, അതീവ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ സമീപിക്കണം. അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യഖ്ശല്ലാഹു ലിഇബാദിഹിൽ ഉലമ, അങ്ങനെ അള്ളാഹുവോട് ഭക്തിയോടുകൂടി സമീപിക്കുന്ന ആളുകൾ അറിവുള്ള ആളുകളായിരിക്കുന്നു. അപ്പൊ ഭക്തിയുള്ള ഒരു മനസ്സ് നേടിയെടുക്കണമെങ്കിൽ അത് നമ്മൾ അറിവ് സമ്പാദിക്കണം. അറിവ് സമ്പാദിക്കുന്ന എവിടെ നിന്നാണ്? ആ മാസം ഇമ്പോർട്ടൻ്റ് പറഞ്ഞാ ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. എനിക്കൊരു സബ്ജക്ട് തരണേ പരത്തി പറയാണ്. ആ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. അപ്പൊ വിജ്ഞാനം മുഴുവൻ കിട്ടുന്ന ഒരു കാര്യം എവിടെയാ? ഖുർആനാണ്. ഖുർആൻ എന്താ കേട്ടാൽ മനസ്സിലാവും? അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത പ്രവാചകനോട് പറയണത് ഖുർആൻ നീ വായിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല, വായിക്കൂ. രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കുകയും കേൾക്കുകയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തി ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത്. പ്രശസ്തരായ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സൂറ അൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് അത് ജിബ്രീൽ വഴി വന്നതല്ല എന്ന് അവർ പറയപ്പെടുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആയിട്ട് പ്രവാചകൻ കൊടുത്താണ്. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ആമന റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി, അള്ളാഹു അവന്റെ പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയ ആ വചനങ്ങൾ വിശ്വസിക്കുന്നു. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ, വിശ്വാസികളുണ്ട്. കുല്ലും ആമന ബില്ലാഹി വൽ മലായികത്തി വൻ നബിയ്യിൻ. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലും ആമന ബില്ലാഹി വ മലായികത്തി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി വഖാലു സമീഅന. നെക്സ്റ്റ് എന്താണ്? വഅതഅന. അവർ പറയുന്നു സമീഅന ഞങ്ങൾ കേട്ടു, വഅതഅന ഞങ്ങൾ പിന്തുടർന്നു, സ്വീകരിച്ചു, റെഡിയാണ് ഒബേ ചെയ്യാൻ. അപ്പൊ കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഖുർആൻ കേൾക്കാൻ വേണ്ടി പറയുന്ന സ്ഥലത്ത് പറയുന്നത് വൈദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഊ ലഹു. ഖുർആൻ പാരായണം ചെയ്തത് കേട്ടാൽ നിങ്ങൾ നിശബ്ദരായിരിക്കണം. കേട്ടാൽ നിശ്ചിതരായിരിക്കണം. വൻസിത്തു ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അതുവഴി അള്ളാഹു അനുഗ്രഹം നൽകിയേക്കാം. അപ്പൊ കേൾക്കുന്നതിന് ഇമ്പോർട്ടൻ്റ്. കേൾവി, കാഴ്ച. വായിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? കാണണം. കേൾവി, രണ്ടാമത്തെ കാഴ്ച. കേട്ടതും കണ്ടതും കേട്ടതും എവിടത്തേക്കാ പോവാ? ഹൃദയത്തിലേക്ക്. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലും ഉലൈക കാന അൻഹു മസ്ഊല. നമ്മൾ കേട്ടതും
കണ്ടതും ചിന്തിച്ചതും അള്ളാഹു നമ്മളോട് നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു നമ്മൾ നോക്കുന്നത് നമ്മളുടെ സൂറയിലല്ല, നമ്മുടെ ബ്യൂട്ടിയിലല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ ബ്യൂട്ടിയില്ല നോക്കുന്നത്, നിങ്ങളുടെ അജ്സാമക്കും, നിങ്ങളുടെ വസ്ത്രത്തിലില്ല നോക്കുന്നത്. വയൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നമ്മുടെ ഹൃദയത്തിലേക്കും ഹൃദയത്തിലുണ്ടാകുന്ന പ്രവർത്തനത്തിലാകുന്നത്. അപ്പൊ റമദാൻ മാസത്തിലേക്ക് കടക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ അടിമയായി ജീവിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടത് രണ്ട് കാര്യമാണ്. ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് ഖുർആനാണ്. ഖുർആൻ എന്താണ്? തികച്ചും ഹുദയാണ്. ഇത് ആദ്യമായിട്ട് നമ്മൾ പറയണം അല്ല. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് അന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതാണ്. ഒരേ ഒരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്, ആ മരത്തെ കൊള്ള അടുക്കരുത്, ഡു നോട്ട് അപ്രോച്ച്, പറിക്കരുത് എന്നല്ല പറഞ്ഞത്, ഡു നോട്ട് അപ്രോച്ച്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അല്ല പറഞ്ഞു, വലാ തഖറബ എന്ന് പറയാം, അടുക്കരുത് പറഞ്ഞു, ചെയ്യരുതെന്നല്ല, അടുക്കരുത്. അടുത്താൽ ചെയ്തു, അതുകൊണ്ട് അടുക്കരുത് പറഞ്ഞു. അതുപോലെ പറഞ്ഞത് വലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തെ കൊള്ളരുത്. പക്ഷേ വസവസഹു ശൈത്താൻ, ചെകുത്താന്റെ നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ നിന്ന് പുറത്തു പോയിക്കൊന്ന് പറഞ്ഞു, വക്കുൽ വൈമാക്കും വക്കുൽ ഇങ്ങനെ ഷൈത്താൻ കുൽമാഹിബിത്തു മിൻഹാ ജമീഅൻ, അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വൈമാക്കും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നേരെ ഓപ്പോസിറ്റ്, വല്ലദീന കഫറു വഖദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. രണ്ട് കണ്ടീഷനുകൾ. എന്നിൽ നിന്ന് എപ്പോൾ മാർഗദർശനം വന്നു കിട്ടുന്നുവോ, ആരത് പിന്തുടരുന്നുവോ, അവന് വേണ്ടി അവന് എന്താ ഫേസ് ചെയ്യാതിരിക്കേണ്ടത്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഹാപ്പിയാകുക, സമാധാനം. ഒരു വിശ്വാസിക്ക് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യം ഉണ്ടാവില്ല. ഇല്ലാത്ത ആളുകൾക്ക് എപ്പോഴും പ്രശ്നമായിരിക്കും. ഖൗഫും ഹസനും, ദുഃഖവും പേടിയും, ഇത് രണ്ടും നമ്മൾക്ക് ഉണ്ടാവുകയില്ല. അഥവാ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പേടി എന്താ വെച്ചാൽ നാളെ നടക്കാൻ പോകുന്ന സംഗതിയില്ല. ദുഃഖവും മുമ്പ് കഴിഞ്ഞുപോയൊക്കെ ആലോചിച്ചിട്ടാണ്. ഈ രണ്ട് അവസ്ഥയും ഇല്ലാതിരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അടിയുറച്ച് നിൽക്കണം. സുമ്മ ഇസ്തഖാമു, അങ്ങനെ നിന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. ഭയങ്കരാണത്. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, ഏത് അവസരത്തിലും അൽഹംദുലില്ലാഹ്, എന്തെങ്കിലും തെറ്റ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെ എല്ലാ സമയത്തിലും ഏത് അവസ്ഥയിലും, ഏത് 24/7 ഏത് നിമിഷത്തിലും അള്ളാഹു ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വബിശ്ശിറു ബിൽ ജന്നത്തി അല്ലതി തുഅദുൻ, നിങ്ങൾക്ക് നൽകാനുള്ള സ്വർഗ്ഗമാണ്. എന്നിട്ട് നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, നമ്മുടെ സ്വർഗ്ഗ
അള്ളാഹുമായിട്ട് ആ ആയത്ത് പറഞ്ഞു നുസുലം മിൻ ഗഫൂറിർ റഹീം, എല്ലാം പൊറുക്കുകയും മറക്കുകയും ചെയ്ത അള്ളാഹുള്ള ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു. വലാ തസ്തവിൽ ഹസനത്തി വലസയ്യ, അതിന് വേണ്ടത് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നമാണ്. എന്തെങ്കിലും നമ്മൾ തിന്മ ചെയ്താൽ പകരം അതേ അളവിലല്ല നമ്മൾ തിന്മ ചെയ്യാം. അതല്ല വേണ്ടത്. തിന്മക്ക് പകരം നന്മ ചെയ്തു കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുമായി ശത്രുതയുള്ള ആളുകൾ നിങ്ങളുടെ സഹോദരനായി മാറുന്നതായി നിങ്ങൾ കാണാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണകൾ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. അല്ലാത്ത കാലത്തോളം അതിന് കഴിയില്ല. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളുടെ കണക്ഷൻ ഖുർആനുമായിട്ടുള്ള എന്താണെന്നുള്ളത് നമുക്കറിയാം. ഓർക്കും എത്ര കണക്റ്റഡ് ആണ് നമ്മൾ. പണ്ടൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറായിരുന്നു പ്രസംഗമൊക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ 21 മിനിറ്റ് മാത്രമേ ആളുകൾ കേൾക്കൂ. അതിനപ്പുറം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ വാട്സാപ്പിലൊക്കെ കേട്ട് ഫുള്ള് ആരും കേൾക്കുന്നില്ല, എല്ലാം പകുതിയാണ്. പിന്നെ 1.5 മിനിറ്റിന്റെ 2 മിനിറ്റിൽ സ്പീഡാക്കുന്നവരുണ്ട്. എന്തോ കേട്ടെന്ന് അറിയില്ല. അപ്പൊ 5 മിനിറ്റ് പോലെ കേൾക്കാനില്ല. അപ്പൊ എന്താ കാരണം വെച്ചാൽ ജനങ്ങൾ ഭയങ്കര ഇൻഫർമേഷൻ ടോട്ടലി ഭയങ്കരമാണ്. എല്ലാം ഫിംഗർ ടിപ്സിലുള്ളത്. നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. വമൻ അഗറദ ബിആയാതി റബ്ബിഹി വനസിയ മാ ഖദ്ദംതു യദാ. നമ്മൾ കൈകൾ കൊണ്ട് ചെയ്തു വെച്ച അക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹു നാളെ പരലോകത്തെ ചോദ്യം ചെയ്യും. അതിന് വേണ്ടതെന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാവണം നമുക്ക്. ഒരു ബ്ലൈൻഡായിട്ടുള്ള ബുദ്ധിയുടെ മതമാണല്ലോ ഇസ്ലാം. അള്ളാഹു ആരെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു നൽകേണ്ട ഇബാദത്തുകളാണ് ചെയ്യേണ്ടത്. ബ്ലൈൻഡായിട്ട് അള്ളാഹുവിന് നമ്മളെ എന്താ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. വല്ലദീ ഖലഖ സമാവാതി വൽ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സമുദ്രത്തിലൂടെ കപ്പലുകൾ പോകുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത് കപ്പൽ യാത്ര ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കാം, ഒരു കല്ലിട്ടാൽ അങ്ങ് ആണ്ടു വന്നു. 18 ഫ്ലോറുള്ള കപ്പല്, 6000 പാസഞ്ചറും 1700 തൊഴിലാളികളുണ്ട്. ക്രൂസ് വെസലാണ്. അത് ആണ്ടു പോകാതെ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ രാത്രി ഇങ്ങനെ ചരിക്കും, പകലിങ്ങനെ നിർത്തിയിടും. ഇതെന്താ ആണ്ടുപോകത്ത്? അള്ളാഹു പറയാണ്, ഞാനാവും അതിനെ താങ്ങി നിർത്തി കൊണ്ടുപോകുന്നതാണ്. അത് ആരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ഞാൻ ചിലപ്പോൾ അപ്പം ഇങ്ങനെ എന്ത് ഷേപ്പ്, അപ്പൊ മോട്ടോർ ഇടാതെയൊക്കെ എഞ്ചിൻ വർക്ക് ചെയ്യാതൊക്കെ ഉണ്ടാവുമല്ലോ. അത് നിർത്തിയിട്ട സമയത്ത് നാണ്ടുപോകുന്നില്ലല്ലോ. മറ്റൊരു കാര്യം പറഞ്ഞത്, പക്ഷികളെ നോക്കുന്നില്ലേ? പക്ഷികൾ ചിറക് വിടർത്തി പറക്കുന്ന പക്ഷികൾ, അതിന് നാമാവുന്നു താങ്ങി നിർത്തുന്നു. അതിനെ താങ്ങി നിർത്തുന്നത് അള്ളാഹു ആണ്. അങ്ങനെ പക്ഷികളെ കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. തോന്നാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിവ് നേടിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവെ ഭക്തിയോടുകൂടി സമീപിക്കുന്ന ആളുകൾ വിവരമുള്ള ആളുകളെ. ഏറ്റവും ചെറിയൊരു പക്ഷിയുണ്ട്, ഹമ്മിങ് ബേർഡ്, 4 ഗ്രാമാണ് അതിന്റെ ഭാരം. അത് മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അത് 1 സെക്കൻഡിൽ 80 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യാം. അത് പറന്ന് ചെറിയ 4 ഗ്രാം അതിന്റെ ഭാരം. അത് മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അമേരിക്കന്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് പറന്നിട്ട് ഷിക്കാഗോയിലേക്ക് പോകും. അതിന് പറയും ദേശാടൻ എന്ന് പറയും. അതിന്റെ ഭക്ഷണം ഇനി കുറഞ്ഞ കാലത്തേക്ക് ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അതുകൊണ്ട് ആ പക്ഷി പുറപ്പെടുകയാണ്. ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരു പരിചയമില്ല, ഒരു ഗൂഗിൾ മാപ്പൊന്നുമില്ല.
അതിങ്ങനെ പറക്കുകയാണ്, പറന്ന് പോകണം 26 മണിക്കൂർ. ആദ്യമായിട്ട് പറക്കുകയാണ്, മുമ്പൊരു പരിചയമില്ല, പറന്ന് പോകാണ്. ഈ പറക്കുന്ന സമയത്തൊക്കെ ഖദ് അലിമ സലാത്തഹും തസ്ബീഹും അല്ല പറയാം. അതിൻ്റെതായ തസ്ബീഹ് അറിയാം, അതിന് സലാത്ത് അറിയാം. അതിങ്ങനെ പറന്ന് 26 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ചെയ്യണം. ആദ്യമായിട്ട് അവിടെ എത്തുകയാണ്. കാരണം അതിന് അള്ളാഹു കണക്കാക്കിയിരിക്കുന്നത് അവിടെ വെച്ചാണ്. പക്ഷികൾക്ക് ഡയറക്റ്റാണ് അള്ളാഹു ആഹാരം നൽകുന്നത്. അത് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നില്ല. ഇന്ന് എംപ്റ്റി സ്റ്റൊമക്കുമായിട്ട് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ഫുൾ സ്റ്റൊമക്കായിട്ട് തിരിച്ചു വരുന്നു. അള്ളാഹു നേരിട്ടാണ് ഭക്ഷണം. നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾക്ക് ഉപാധികൾ വെച്ച്, നമ്മൾക്ക് കാര്യങ്ങൾ വെച്ചു നമ്മൾ മെനക്കെടേണ്ടതുണ്ട്, പ്രയാസപ്പെടേണ്ടത്, ബുദ്ധിമുട്ടേണ്ടതുണ്ട്. ബുദ്ധിമുട്ട് അനുസരിച്ചായിരിക്കും അവൻ നൽകുന്നതൊക്കെ അള്ളാഹുവാണ്. നമ്മൾക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ്, അള്ളാഹുവാണ് നമ്മളെ അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഭൂമിയിലേക്ക് അയച്ചത്. റഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാത്ത്, വ്യത്യസ്തരായ ആളുകളായി നമ്മൾ പഠിച്ചു. എന്തിനാണെന്നറിയോ? എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, മേസൺ ഉണ്ട്, ചുമത്തൊരു തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, എല്ലാവരും ഉണ്ട്. റഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാത്ത്, എന്തിനാണ്? ലിയബ്ലുവക്കും, നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഇബാദത്തുകൾ നൽകുന്നത്? അങ്ങനെ നൽകാത്ത കാലത്തോളം നമ്മൾ ആമനു എന്ന് പറയുന്ന പട്ടികയിൽ പെടൂല. ആമനു ആയി കഴിഞ്ഞാൽ പ്രത്യേകത എന്തറിയോ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. സന്മാർഗം നേടിയെടുത്ത ആളുകൾ ആരാണെന്ന് വെച്ചാൽ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ കലർപ്പ് ചേർക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിൽ ആരെയും പങ്കുചേർത്താതിരിക്കുക. ഞാൻ മെനക്കെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ദുബായിൽ വന്ന് അങ്ങനെ കൂലി വേല ചെയ്ത് അങ്ങനെ ഭയങ്കര ഈ പൊസിഷനിലെത്തിയെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാം. ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇന്ന് ഈ നിലയിലെത്തിയെന്ന് പറയും. അങ്ങനെയാണോ? അവിടെ ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? നോ. അള്ളാഹ് പറയാണ്, ഞാനാകുന്നു നിങ്ങളെ വ്യത്യസ്തരായ കാറ്റഗറിയിലേക്ക് പടച്ചത്. എന്തിനാണ്? ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. അങ്ങനെ ഇന്റലിജന്റായ ആളുകളാണ് വലിയ വലിയ കോടീശ്വരന്മാരാകുന്നതെങ്കിൽ, ലോകത്തിൽ ഇന്നുള്ള കോടീശ്വരന്മാരൊന്നും അത്ര ബുദ്ധിയില്ലാത്ത വലിയ വിദ്യാഭ്യാസത്തെ ആളുകൾ. അങ്ങനെ വിദ്യാഭ്യാസം വലിയ ഇന്റലിജന്റായ ആളുകൾക്കാണ് വലിയ സമ്പത്ത്, മില്യനർ ആണെങ്കിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരില്ലേ, ഓരോ വലിയ വലിയ ആളുണ്ട്. അവർ ഇന്നും 9ാം ക്ലാസ് പഠിച്ച ബിൽ ഗേറ്റ്സിന് അഡ്വൈസ് കൊടുക്കുകയാണ്. അധികം കോളേജ് ഡ്രോപ്പ് ആയിട്ടുള്ള സ്റ്റീവ് ജോബിന്റെ കമ്പനിക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെർഫെക്റ്റാ പറഞ്ഞത്. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് എന്താണോ നൽകിയ അതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ആ പരീക്ഷണത്തിൽ എന്തായി പോകാൻ പാടില്ല? പരാജയപ്പെട്ടു പോവാതിരിക്കാനും അള്ളാഹുവിന് വേണ്ട പ്രകാരം അള്ളാഹുവിന് ഭക്തിയോടുകൂടി സമീപിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠിക്കേണ്ടത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ സയൻസ് പഠിക്കേണ്ടി വരും, ജിയോളജി പഠിക്കേണ്ടി വരും, ജിയോഗ്രഫി പഠിക്കേണ്ടി വരും, എല്ലാം പഠിക്കേണ്ടി വരും. ഇത് പഠിക്കുന്നതോടൊപ്പം ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം, ക്വാളിറ്റി ആയിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയെപ്പാണ് പരിചയപ്പെടും. ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എങ്കിൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. ഈ പറയൂ പ്രവാചകരെ, കുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ എന്താ പറയാ? അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട് ഓ എന്ന് പറയും. എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇഷ്ടമെന്ന് പറയില്ല. അപ്പൊ എന്തിനാ നമുക്ക് ഇഷ്ടം അല്ലാനെ? ആ ഇഷ്ടത്തിനൊരു കാരണം ഉണ്ടാവല്ലോ. ആ കാരണമില്ലാതെ വെറുതെ ബ്ലൈൻഡായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ് വത്തബിഊനി, പ്രവാചകനോട് പറയാണ്, നീ പറഞ്ഞു കൊടുക്കുൽ, പറയുക, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നെങ്കിൽ
വത്തബിയൂനി, എന്നെ പിന്തുടരും, നിന്നെ പിന്തുടരണം. ഖുർആനും പ്രവാചകന്റെ ചര്യയും ഇന്റർ കണക്റ്റഡും ഇന്ററാ കണക്റ്റഡും, രണ്ടും ഭയങ്കര പരസ്പര ബന്ധമുണ്ട്. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകനെ മനസ്സിലാവണം, പ്രവാചകനെ മനസ്സിലാവണമെങ്കിൽ ഖുർആൻ മനസ്സിലാവണം. ചില ആളുകൾ പറയും ഖുർആൻ മാത്രം എടുക്കൂ, പ്രവാചകന്റെ ഹദീസ് എടുക്കൂല. ഓക്കെ, ചിലത് ചില ദഹിക്കാത്തൊക്കെ ഉണ്ടാവും, പക്ഷെ ദഹിക്കുന്നതിലുണ്ടാവും ഒരുപാട്. അപ്പൊ പ്രവാചകനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഖുർആൻ മനസ്സിലാവുള്ളൂ. കാരണം പ്രവാചകൻ അയച്ചത് എന്തിനാന്ന് വെച്ചാൽ കമാ അർസൽനാ, ഇതുകൂടി പറഞ്ഞു നിർത്തല്ലേ, കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാത്തിന യുസക്കീക്കും യുഅല്ലിമുക്കും അൽ കിതാബ വൽ ഹിക്മ യുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ. ഭയങ്കര അത്. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് അയച്ചത് എന്തിനാന്ന് വെച്ചാൽ യുസക്കീക്കും, നമ്മളെ സംസ്കരിക്കുന്നതിന് വേണ്ടി, യുഅല്ലിമുക്കും അൽ കിതാബ, നിങ്ങൾക്ക് ഗ്രന്ഥം പാരായണം ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്, വൽ ഹിക്മ, തത്വജ്ഞാനം പഠിപ്പിച്ചത്, വളരെ ഇന്റലിജന്റ് ആയ ഒരുപാട് കാര്യങ്ങൾ. മാലം തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് പണ്ടറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിങ്ങൾ പറഞ്ഞു തരും. അതുകൊണ്ട് ഉദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹു നമ്മളെ ഓർക്കാനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പ്രാക്ടീസാണ് റമദാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ നേടിയെടുക്കുന്നതാണ് തഖ്വ. അങ്ങനെ തഖ്വ നേടിയെടുക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിനെ മുമ്പ് കഴിഞ്ഞു പോയത് വ്യത്യസ്തരമായി സമീപിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഫാത്തിഹ 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പാരായണം ചെയ്യുന്നു. ആ പാരായണം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. കാരണം നമ്മളുടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരണം, നീ എന്നെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുന്നവരെ നയിക്കണമെന്നുള്ളത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ. അപ്പൊ നമ്മൾ ചോദിക്കണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മൾക്ക് എന്താണോ വഴി ആ വഴിയിലേക്ക് നീ തെരഞ്ഞെടുത്ത് നയിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിനു മുമ്പ് ഇയ്യാക നഅ്ബുദു വഇയ്യാക, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ. ആ പറയുന്ന സമയത്തൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് എഴുതണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ എന്നിലേക്ക് വരാൻ വേണ്ടി ജിഹാദ് നടത്തേണ്ടി വരും. കഠിനമായി പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെ പ്രവർത്തിച്ചാൽ വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബലന, നീ എൻ്റെ മാർഗത്തിലേക്ക് കഠിനമായി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ നിന്നെ എന്നിലേക്ക് അടുപ്പിക്കും. അങ്ങനെ അടുപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.